ഈ കഴിഞ്ഞ ദിവസം PMS എല്ലാം ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി സമസ്തയൊക്കെ പോലെ ഒരു റിലീജിയസ് ഓർഗനൈസേഷനാണ് എന്ന് പറയും. അങ്ങേക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ജമാഅത്ത് ഇസ്ലാമി റിലീജിയസ് ഓർഗനൈസേഷനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സമസ്തയുമായി ഒന്നും അതിന് താരതമ്യം ചെയ്യാൻ പറ്റില്ല. സമസ്ത എന്ന് പറയുന്നത് ഒരു മത കാര്യങ്ങൾ മാത്രം നോക്കുന്ന, അവർ രാഷ്ട്രീയത്തിലില്ലല്ലോ. അവരുടെ ഒരു പോഷക സംഘടന പോലും രാഷ്ട്രീയത്തിൽ ഇല്ല. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു വെൽഫെയർ പാർട്ടിയുണ്ട്, അവർ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ ഒരു മതസംഘടന രാഷ്ട്രീയമായി മത്സരിക്കില്ലല്ലോ. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. ബഹുമാനപ്പെട്ട MK മുനീർ സാഹിബ് തന്നെ PMA സലാമിൻ്റെ ആ പ്രസ്താവനയ്ക്ക് മറുപടി കൊടുത്തത് വളരെ നന്നായി. കാരണം ഈ സമയത്ത് സത്താർ പന്തല്ലൂരോ ഹമീദ് ഫൈസിയോ മറ്റാരെങ്കിലോ ആണ് ഈ മറുപടി കൊടുക്കുന്നതെങ്കിൽ ചില ആളുകൾ ഉണ്ടാക്കുന്ന പുകിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPMന് ദാസ്യപ്പണി ചെയ്യുന്നു എന്നതടക്കമുള്ള പല കാര്യങ്ങളുമായിട്ട് ചില സൈബർ പോരാളികൾ രംഗത്ത് വരുമായിരുന്നു. പക്ഷേ MK മുനീറിനെതിരെ അങ്ങനെ ഒരു ആരോപണവുമായിട്ട് വരാൻ എന്തായാലും വകുപ്പില്ലല്ലോ. അപ്പോൾ MK മുനീർ തന്നെ കൃത്യമായിട്ട് ആ മറുപടി കൊടുത്തത് നന്നായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള നിലപാട് MK മുനീർ സാഹിബ് വളരെ ക്ലിയർ കട്ടായിട്ട് വിശദീകരിച്ചിരുന്നു, വ്യക്തമാക്കിയിരുന്നു. ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി പഴയ നിലപാടുകൾ തിരുത്തിയിട്ടില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ MK മുനീർ സാഹിബ് വളരെ വ്യക്തമായി പറഞ്ഞു. അതായത് പഴയ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിക്കുമ്പോൾ വരെ അതിൽ നിന്ന് വരെ അകറ്റി നിർത്തിയിരുന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്, ആ തീവ്രവാദം പേറുന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും, ഒരു മാറ്റവും വന്നിട്ടില്ല. നിലപാട് കൃത്യമായിട്ട് പറയാൻ ആണത്തം കാണിച്ച ഒരു രാഷ്ട്രീയക്കാരനാണ് MK മുനീർ. ആ നിലക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നുന്നുണ്ട്. എന്നാൽ ഈ PMA സലാമിൻ്റെ പ്രസ്താവന വളരെയധികം തരം താഴ്ന്നതാണ്. കാരണം ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശിയെടുക്കുന്നു എന്നത് മാത്രമല്ല, അവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തെ കളങ്കപ്പെടുത്താൻ കൂടി അയാൾ അതിലൂടെ ശ്രമിക്കുകയുണ്ടായി. ഇത് പല മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയുണ്ടായി. പക്ഷേ PMA സലാം ആണ് എന്ന നിലക്ക് അദ്ദേഹം എന്തെങ്കിലും പറയുന്നതും പറയാതിരിക്കുന്നതും ഒക്കെ കണക്കാണ് എന്ന നിലക്കായിരിക്കണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങളിൽ നിന്നോ ഉന്നത തലങ്ങളിൽ നിന്നോ ആരും അതിന് പ്രതികരിച്ചില്ല. അത് നെവർ മൈൻഡ് ഒക്കെയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് MK മുനീർ അതിന് മറുപടി പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ 4 വോട്ടിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തീവ്രവാദ സംഘടനകളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എത്രത്തോളം മതേതര ഇന്ത്യക്ക് കോട്ടം വരുത്തും എന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമി പഴയ തീവ്രവാദ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് കുളിച്ചു കയറിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ഇവരുടെ IPH എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണ വിഭാഗം, ആ വിഭാഗം പ്രസിദ്ധീകരിച്ച് ഇന്നും വിറ്റയച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇതുവരെ പിൻവലിക്കാത്ത ചില പുസ്തകങ്ങളുണ്ട്. അതിലൊന്നാണ് റസായിൽ മസായിൽ എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൻ്റെ 304-ാമത്തെ പേജിൽ കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്താണ്, എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നിലനിൽക്കുന്നത് എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിലുള്ള പാർലമെൻറ്റുകളിലും അസംബ്ലികളിലും അംഗത്വം നേടുന്നത് ഹറാമാണ്, അവർക്ക് വോട്ട് ചെയ്യുന്നതും ഹറാമാണ്. കാരണം വോട്ട് ചെയ്യുകയെന്നാൽ ഇവിടുത്തെ ഭരണഘടന അനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കലാണ്. അത് പൂർണ്ണമായും ഏകദൈവ വിശ്വാസത്തിന് എതിരുമാണ് എന്ന് ഈ ഗ്രന്ഥം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ഈ IPH പ്രസിദ്ധീകരിച്ച് ഇവിടെ വിറ്റയിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു പുസ്തകം നോക്കാം. IPH തന്നെ പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകം. ആ പുസ്തകത്തിൽ എഴുതുന്നു, നിങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുദൂതരും ആവിഷ്കരിച്ച ഇസ്ലാമിലാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, മതേതര ഭൗതിക സിദ്ധാന്തങ്ങളിൽ അധിഷ്ഠിതമായ ഈ ദേശീയ ജനായത്തെ പ്രതിരോധിക്കുകയും പകരം ദൈവിക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അമാനുഷിക പ്രാതിനിധ്യത്തെ
സ്ഥാപനാർത്ഥം സമരം നടത്തുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത മതകർത്തവ്യം മാത്രമാകുന്നു. ഇത് മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം എന്ന് പറയുന്ന മൗലാന മൗദൂദിയുടെ പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേജ് 22 ഇത് പറയുന്നത്. ഇത് പ്രസിദ്ധീകരിച്ചതും IPH തന്നെയാണ്. നോക്കണം നിങ്ങൾ, ഇതൊക്കെ ഇന്നും ഈ സാഹിത്യങ്ങളൊക്കെ ഇന്നും വിറ്റഴിക്കുകയാണ്. ഇനി ഇതൊക്കെ മൗദൂദിയുടെ പുസ്തകങ്ങളല്ലേ, അദ്ദേഹം മരിച്ചുപോയിട്ട് കാലങ്ങളായില്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മുൻ അമീറായിരുന്ന, കേരള അമീറായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ജമാഅത്തെ ഇസ്ലാമി ലഘുപരിചയം എന്ന പുസ്തകത്തിൻ്റെ പേജ് 125 എഴുതുകയാണ്: ദൈവേതര വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക അത് നിഷിദ്ധവും തൗഹീദിന് വിരുദ്ധവുമാണ്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് എന്നാണ് ഇതിലെഴുതിയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, കൃത്യമായിട്ട് ഇന്ത്യയുടെ മതേതരത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. പിന്നെ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സർക്കാർ ഉദ്യോഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ഈ ആശയങ്ങളെയൊക്കെ വളച്ചൊടിച്ച് ഇപ്പോൾ പറയുന്നത് ഇസ്ലാമിക ഭരണകൂടം ഇവിടെ സ്ഥാപിതമാകുന്നത് വരെ ഇതൊക്കെ ചെയ്യാം. അതായത് ഇവർ മത്സരിച്ച് ജമാഅത്തെ ഇസ്ലാമി വരുന്നതിലൂടെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ കൈപ്പടിയിൽ ഈ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ആവുന്നതോടുകൂടെ ഇതിനെ ഒരു ഇസ്ലാമിക ഭരണകൂടമാക്കി മാറ്റാം. അപ്പോൾ അതുവരെ ഇതെല്ലാം ചെയ്യാമാണ് എന്നാണ് ഇപ്പോൾ തിരുത്തിയിട്ടുള്ളത്, ഇപ്പോൾ ദുർവ്യാഖ്യാനിച്ച് സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഉദ്യോഗങ്ങൾ സ്വീകരിക്കുന്നതൊക്കെ. അപ്പോൾ പഴയ നിലപാട് തിരുത്തി ഇപ്പോൾ എടുത്ത നിലപാടും ആപൽകരമാണ്, അപകടകരമാണ്. ആ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവർ ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക ഭരണകൂടം എന്ന് ഓമന പേരിട്ടുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിന് പരിചയമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സ്വപ്നം കാണുന്ന ഒരു തീവ്രവാദ ഭരണകൂടത്തിന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥ മുഖം എന്നുള്ളത്. മാത്രമല്ല മതപരമായ കാര്യങ്ങൾ മുനീർ സാഹിബ് പറയുകയുണ്ടായി, അവർ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ മാത്രമാണ്, പിന്നെ ആ മതസംഘടനയല്ല എന്ന് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആ മുനീർ സാഹിബ് പറഞ്ഞതാണ് ഇപ്പോൾ നിലവിലെ യാഥാർത്ഥ്യം. പക്ഷേ ഇവരുടെ അവകാശവാദം അവർ ഒരു മതസംഘടനയാണ് എന്നാണ്. അതായത് മതസംഘടനയുടെ പരിവേഷം നേടി സക്കാത്ത് പോലുള്ള ഫണ്ടുകൾ ജനങ്ങളിൽ നിന്ന് വസൂലാക്കാൻ വേണ്ടി മതസംഘടനകളുടെ പരിവേഷം നേടിയിട്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഉള്ളിൽ ഒരു തികഞ്ഞ രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുകയും രാഷ്ട്രീയവും ഭരണവും ലക്ഷ്യമിട്ടുകൊണ്ട് ഇവരുടെ തീവ്രവാദ നയങ്ങൾ ഇവിടെ നടപ്പിലാക്കാനുള്ള ശ്രമവുമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത് എന്ന് കാര്യബോധവും തിരിച്ചറിവുമുള്ള രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാര്യം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.